കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് എന്റെ പഞ്ചായത്ത് ഇനി കടക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, മാലിന്യ സംസ്കരണം, കാർഷികം തുടങ്ങി സമഗ്ര മേഖലയിലെയും വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്. പഞ്ചായത്തിന്റെ വിശേഷങ്ങൾ പ്രസിഡന്റ് ഷാജി പുത്തലത്താണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നമസ്കാരം ശ്രീ ഷാജി. നമസ്കാരം. പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാന വികസനത്തിനായി നിരവധി പദ്ധതികളാണ് ഇതിനോടകം പഞ്ചായത്ത് നിർവഹിച്ചു വരുന്നത്. ഈ ഭരണ കാലയളവിനെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിലൂടെ നടപ്പാക്കാൻ വേണ്ടി സാധ്യമായതുകൊണ്ട് വലിയൊരു വികസന മുന്നേറ്റം തന്നെ പഞ്ചായത്ത് പരിധിക്കകത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഈ ഭരണസമിതിക്ക് സാധ്യമായിട്ടുണ്ട്. തീർച്ചയായും ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ലൈഫ് ഭവന പദ്ധതി, PMAY പദ്ധതി പ്രകാരം എത്രത്തോളം വീടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്? അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീടുകൾ എത്തിക്കാൻ പഞ്ചായത്തിനായിട്ടുണ്ടോ? ലൈഫ് ഭവന പദ്ധതിയിൽ 2020 അപേക്ഷ ക്ഷണിച്ചതിൽ അർഹരായിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും എഗ്രിമെന്റ് വെച്ച് വീടിന് ആവശ്യമായിട്ടുള്ള തുക കൈമാറി കഴിഞ്ഞു. ഏതാണ്ട് വീടുകളെല്ലാം പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലാണ്. കുറച്ച് വീടുകൾ മാത്രമേ ഇനി പൂർത്തീകരിക്കാനുള്ളൂ. അതിൽ രേഖകൾ ക്ലിയർ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും നമുക്ക് ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി സാധ്യമായിട്ടുണ്ട്. ഇനി ഭൂമിയുടെ രേഖയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുള്ള കേസുകൾ മാത്രമേ നമുക്ക് അഗ്രിമെന്റ് വെക്കാനുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അഗ്രിമെന്റ് വെച്ച് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. PMAYയും അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും, അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്കെല്ലാം നമുക്ക് അഗ്രിമെന്റ് വെച്ച് ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലാണ്. ഈ വരുന്ന 19-ാം തീയതി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുത്തുകൊണ്ടുള്ള ലൈഫ് ഭവന പദ്ധതിയുടെ താക്കോൽദാനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. തീർച്ചയായും നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സമഗ്രമായ മേഖലകളിലെ വികസനമാണ് പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങൾ തന്നെയാണ്. അത്തരത്തിൽ സ്കൂളുകൾ, അംഗനവാടികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ ഏക LP സ്കൂളാണ് പയ്യടിമേത്തൽ GLP സ്കൂൾ. പയ്യടിമേത്തൽ GLP സ്കൂൾ എന്നൊരു ഹൈടെക് സ്കൂളിന്റെ നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഭൂമി, അതുപോലെ തന്നെ കെട്ടിടം, ഭൗതിക സാഹചര്യങ്ങൾ എല്ലാം ഒരുക്കി കൊടുക്കാൻ വേണ്ടി പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിന് സാധ്യമായിട്ടുണ്ട്. അക്കാദമിക നിലവാരത്തിലും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്കാണ് പയ്യടിമേത്തൽ GLP സ്കൂൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് പഞ്ചായത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പയ്യടിമേത്തൽ GLP സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള EMS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. കോഴിക്കോട് ജില്ലയിൽ തന്നെ മാതൃകയായി എടുത്തു പറയാവുന്ന ഏറ്റവും മികച്ച ഒരു വിദ്യാലയമാണ് EMS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ ഭൗതിക സാഹചര്യങ്ങളും അതുപോലെ തന്നെ അക്കാദമിക നിലവാരവും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധ്യമായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ മികച്ച ഒരു ഇടപെടൽ, അതോടൊപ്പം തന്നെ നമ്മുടെ MLAയുടെ വലിയൊരു ഇടപെടൽ EMS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി മേഖലയ്ക്കകത്ത് കൊണ്ടുവരാൻ വേണ്ടി സാധ്യമായിട്ടുണ്ട്. മറ്റൊന്ന് അംഗൻവാടികളാണ്. 24 അംഗൻവാടികളാണ് പഞ്ചായത്തിലുള്ളത്. ആ 24 അംഗൻവാടികളെയും ഹൈടെക് ആക്കി മാറ്റാൻ ക്രാഡിൽ പദ്ധതിയിലേക്ക് കൊണ്ടുവന്ന് ഏറ്റവും നവീകരിച്ച രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധ്യമായിട്ടുണ്ട്. അത് ഈ ജൂൺ മാസം 1-ാം തീയതി അംഗൻവാടി പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് തന്നെ നമുക്ക് എല്ലാ അംഗൻവാടികളെയും അങ്ങനെ ആധുനികവൽക്കരിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധ്യമായിട്ടുണ്ട്. തീർച്ചയായും അതോടൊപ്പം തന്നെയാണ് ആരോഗ്യ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ. അത്തരത്തിൽ ആരോഗ്യ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇത്തരത്തിലാണ് നടപ്പിലാക്കുന്നത്. പ്രത്യേകിച്ച് മഴക്കാലം വന്നിരിക്കുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കിയോ? ജലജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിൽ സജീവമായി നടക്കുന്നുണ്ടോ? മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് അതൊരു കലണ്ടർ വെച്ചുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ 3 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണുള്ളത്. ഒന്ന് കുടുംബാരോഗ്യ കേന്ദ്രവും, അതുപോലെ തന്നെ ഹോമിയോ ഡിസ്പെൻസറിയും, മറ്റൊന്ന് ആയുർവേദ ഡിസ്പെൻസറി. കുടുംബാരോഗ്യ കേന്ദ്രം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധ്യമായിട്ടുണ്ട്. അവിടെ ലാബ് ഉൾപ്പെടെയുള്ള സംവിധാനം, പരിശോധനയ്ക്ക് ആവശ്യമായിട്ടുള്ള ആധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് ലാബിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള പരിശോധനയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഹോമിയോ ഡിസ്പെൻസറി. ഒരു പഴയ കെട്ടിടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ കെട്ടിടത്തെ പൂർണ്ണമായി നവീകരിച്ച് ഏറ്റവും മികച്ച രീതിയിലേക്കുള്ള ഒരു ഹൈടെക് ആശുപത്രിയാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് സാധ്യമായിട്ടുണ്ട്. അവിടെ ആവശ്യമായിട്ടുള്ള യോഗ പരിശീലനം ഉൾപ്പെടെ നമുക്ക്
ഈ ഹോമിയോ ഡിസ്പെൻസറിയുടെ ഭാഗമായിക്കൊണ്ട് സംഘടിപ്പിക്കാൻ വേണ്ടി സാധ്യമാവുന്നത്. ആയുർവേദ ഡിസ്പെൻസറിയും അതുപോലെ തന്നെയാണ്. മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആയുർവേദ ഡിസ്പെൻസറിയുടെ ഭാഗമായിക്കൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധ്യമായിട്ടുണ്ട്. 4 തവണ സ്വരാജ് ട്രോഫി നേടിയിട്ടുള്ള പഞ്ചായത്താണ് പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത്. അതിൽ എടുത്തു പറയാവുന്നതാണ് പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. നേരത്തെ ഈ ഭരണസമിതി അധികാരത്തിൽ വരുന്ന സമയത്ത് ഒരു പാലിയേറ്റീവ് ടീമായിരുന്നു, ഹോം കെയർ ടീമായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ ജനകീയമായിട്ടുള്ള ഇടപെടലിലൂടെ പഞ്ചായത്തിന്റെ ജനകീയ പാലിയേറ്റീവ് സംവിധാനത്തെ ശക്തിപ്പെടുത്തി ജനങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിച്ച് MLA സഹായത്തോടു കൂടി വാഹനം ലഭ്യമാക്കി രണ്ടാമതൊരു ഹോം കെയർ ടീമിനെ കൂടി രംഗത്തിറക്കാൻ വേണ്ടി നമുക്ക് സാധ്യമായി. 2022-23 സാമ്പത്തിക വർഷത്തിലായിരുന്നു അത് നമുക്ക് പുറത്തിറക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ തൊട്ടടുത്ത സാമ്പത്തിക വർഷം തന്നെ അത് പഞ്ചായത്തിന്റെ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് സാധ്യമായി. അതിന്റെ ഭാഗമായിക്കൊണ്ട് പഞ്ചായത്തിലെ കിടപ്പ് രോഗികളെയും അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് പേഷ്യൻസിനും ഏറ്റവും മികച്ച രീതിയിലുള്ള കരുതൽ നൽകുന്നതിന് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധ്യമായിട്ടുണ്ട്. മാത്രമല്ല പാലിയേറ്റീവ് ഗ്രിഡിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഓരോ പാലിയേറ്റീവ് പേഷ്യന്റിനും ഒരു വളണ്ടിയർ എന്നുള്ള നിലയ്ക്ക് എല്ലാ പാലിയേറ്റീവ് പേഷ്യൻസിനും വളണ്ടിയർമാരെ സെറ്റ് ചെയ്തുകൊണ്ട് ആ മേഖലയ്ക്കകത്ത് മികച്ച രീതിയിലുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി ഗ്രാമപഞ്ചായത്തിന് സാധ്യമാകും. തീർച്ചയായും അത്തരത്തിൽ മികച്ച പ്രവർത്തനങ്ങളാണ്, മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് വ്യവസായ മേഖലയിൽ അല്ലെങ്കിൽ സംരംഭ മേഖലയിൽ തന്നെ വലിയ രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ പഞ്ചായത്തിനായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കെല്ലാമായിട്ടുള്ള സംരംഭങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? കുടുംബശ്രീ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ മേഖലയ്ക്കകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഇടപെടുന്നത്. അവിടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബശ്രീ CDSന്റെ പ്രവർത്തനം ഏറ്റവും മികച്ച രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയെ ഈ മേഖലയുമായിട്ട് നന്നായി നമ്മൾ ക്ലബ് ചെയ്യുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വർക്ക്ഷെഡുകൾ നിർമ്മിച്ചു നൽകാൻ വേണ്ടി നമുക്ക് സാധ്യമാകുന്നു. അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ ഫണ്ടും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ഫണ്ടും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഈ സംരംഭകർക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധ്യമാകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വർഷക്കാലം നിക്ഷേപക സംരംഭക വർഷമായി കേരളത്തിൽ സർക്കാർ നടപ്പാക്കിയതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തിലേക്ക് അനുവദിച്ചു കിട്ടിയ ഇന്റേണിന്റെ ഭാഗമായി നമുക്ക് ഈ സംരംഭകത്വ മേഖലയ്ക്കകത്ത് മികച്ച ഇടപെടൽ നടത്താൻ വേണ്ടി സാധ്യമായി. കോഴിക്കോട് ജില്ലയ്ക്കകത്ത് സംരംഭക വർഷത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ സംരംഭകത്വ പ്രവർത്തനങ്ങൾ നടത്തിയതിനുള്ള കോഴിക്കോട് ജില്ലയിലെ 70 ഗ്രാമപഞ്ചായത്തുകളിൽ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടത് പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിനെയാണ്. ആ ഒരു നേട്ടം നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ഇടപെടലുകളും പ്രവർത്തനങ്ങളും ഈ സമയത്തും നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ വയോജനങ്ങൾക്കായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ. എത്തരത്തിലാണ് വയോജനങ്ങൾക്കായിട്ടുള്ള പ്രവർത്തനങ്ങളെ പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിന്റെ 10% തുക നിർബന്ധിതമായി വയോജന മേഖലയ്ക്കകത്ത് ചെലവഴിക്കപ്പെടേണ്ടതാണ്. അത് കാര്യക്ഷമമായി വയോജന ഗ്രാമസഭകൾ വിളിച്ചു ചേർത്ത് ആ മേഖലയ്ക്കകത്തുള്ളവരുടെ വിദഗ്ധന്മാരുടെ എല്ലാം അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ടാണ് വയോജന മേഖലയ്ക്കകത്തുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് വയോസ്പർശം എന്നൊരു മാതൃകാപരമായിട്ടുള്ള പദ്ധതികൾ നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ആ വയോസ്പർശം പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് വയോജനങ്ങൾക്ക് യോഗ പരിശീലനം, അതോടൊപ്പം തന്നെ മെഡിക്കൽ ക്യാമ്പുകൾ, വയോജനങ്ങൾക്ക് ഉല്ലാസ യാത്ര ഉൾപ്പെടെ സംഘടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷക്കാലവും ഏറ്റവും മികച്ച രീതിയിൽ വയോജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് വയോസ്പർശം എന്ന പദ്ധതി. അത് നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മറ്റൊന്ന് പകൽ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് പകൽ വീട് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ പകൽ വീടിന്റെ പ്രവർത്തനത്തിനകത്ത് അവിടെ വരുന്ന വയോജനങ്ങളായിട്ടുള്ള ആൾക്കാർ വളരെ സന്തോഷത്തിലാണ് അവരിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നടക്കാൻ പോലും പ്രയാസം ഉണ്ടായിരുന്ന ആളുകൾ ഈ പകൽ വീടിനകത്ത് വന്ന് അവിടെ രാവിലെ മുതൽ വൈകുന്നേരം അവിടെ ചെലവഴിക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന വലിയ രീതിയിലുള്ള മാനസികമായിട്ടുള്ളൊരു ഉന്മേഷമുണ്ട്. ആ ഉന്മേഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവരുടെ ജീവിതത്തിനകത്തും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമായിട്ടുള്ളത്. ആ രീതിയിലേക്ക് പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിനെ ഒരു വയോ സൗഹൃദ ഗ്രാമപഞ്ചായത്താക്കി മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന്റെ പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ അടുത്ത ദിവസങ്ങളിലായി ഈ വയോജന സൗഹൃദ പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലേക്കാണ് പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് നീങ്ങുന്നത്.
തീർച്ചയായും മാതൃകാപരമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും തന്നെ വ്യക്തമാണ്. അത്തരത്തിൽ ഇനി ഭാവിയിലേക്ക് എന്തൊക്കെ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് പദ്ധതി ആസൂത്രണ രംഗത്ത് 100% ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഭാവിയെ മുൻകൂട്ടി കണ്ട് ടൂറിസം മേഖലയ്ക്കകത്ത് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ നടത്തുന്നുണ്ട്. ചാലിയാർ ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് വലിയൊരു ഇടപെടൽ നടത്തി ആ പ്രവർത്തനം അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിന്റെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസം മേഖലയ്ക്കകത്ത് വലിയ തൊഴിൽ സാധ്യതകൾ കൂടി സാധ്യമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യ മേഖലയ്ക്കകത്തും അതുപോലെ തന്നെ സബ് സെന്ററിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സബ് സെന്ററിന്റെ പ്രവർത്തനം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. അതും നമ്മൾ നടപ്പാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെയാണ് കമ്മ്യൂണിറ്റി ഹാളിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ ആവശ്യമായുള്ള രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇങ്ങനെ പഞ്ചായത്തിന്റെ സർവതല സ്പർശിയായിട്ടുള്ള വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭാവി തലമുറയ്ക്ക് ഉതകുന്ന രീതിയിൽ, അത് വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തായാലും ആരോഗ്യ മേഖലയ്ക്കകത്തായാലും കാർഷിക മേഖലയ്ക്കകത്തായാലും ഈ എല്ലാ സംവിധാനത്തിനെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ നടത്തുന്നുണ്ട്. അതിന് സർക്കാരിന്റെ വിവിധ തലങ്ങളിൽ നിന്ന് കിട്ടേണ്ടുന്ന ഫണ്ടുകൾ വളരെ നല്ല രീതിയിൽ ലഭ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ത്രിതല പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട്, ഇതെല്ലാം തന്നെ ഏറ്റവും നന്നായി സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആവശ്യമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് തൊഴിലും വികസനവും രണ്ടും ഒരുപോലെ തന്നെ നോക്കിക്കണ്ടുകൊണ്ട് നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളെ ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾക്കാണ് ഗ്രാമപഞ്ചായത്ത് മുൻതൂക്കം നൽകി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായും കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. സമഗ്ര മേഖലയിലും വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പദ്ധതികളെല്ലാം തന്നെ ആസൂത്രണം ചെയ്ത് അത് 100% വിജയം കൊയ്യാൻ പഞ്ചായത്തിനായി എന്നുള്ളത് തന്നെയാണ്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീ ഷാജി പുത്തലത്ത്. എന്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.